ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ നടത്തുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ മുടിയുടെ അവസ്ഥയും ബലവും വിലയിരുത്തുന്നതിനായി പ്രൊഫഷണൽ ഹെയർ ഡ്രസ്സർമാർ നടത്തുന്ന ഒരു അടിസ്ഥാന പ്രക്രിയയാണ് ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ്. ഹെയർ സ്മൂത്തനിങ്, റീബോണ്ടിങ്, സ്മൂത്തനിങ് അല്ലെങ്കിൽ മുടി കേടുവരാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും രാസപ്രക്രിയ അടങ്ങുന്ന ചികിത്സാ രീതികൾ ചെയ്യുമ്പോൾ ഈ പരിശോധന വളരെ പ്രധാനമാണ്. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാകും. സ്ട്രാൻഡ് ടെസ്റ്റ് പ്രക്രിയയുടെ ഗുണദോഷങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റിന് വേണ്ട ഉപകരണങ്ങളും സാമഗ്രികളും തിരിച്ചറിയുക. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റിന് ക്ലയന്റിനെ തയ്യാറാക്കുക. ഒപ്പം സ്ട്രാൻഡ് ടെസ്റ്റ് പ്രക്രിയ ചെയ്യുക. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ്. ഹെയർ ഡ്രസ്സിങ്ങിനും മുടിയുടെ സംരക്ഷണത്തിനും ഹെയർ ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് ഹെയർ ഡൈ, കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്നിവയുടെ ഫലങ്ങൾ എത്രത്തോളം എന്നൊക്കെ അറിയാൻ സാധാരണയായി നടത്താറുള്ള ഒന്നാണ് ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ്. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യാനായി ബ്യൂട്ടീഷ്യൻ മുടിയുടെ കുറച്ച് ഭാഗമെടുത്ത് ട്രീറ്റ്മെന്റിനായി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഹെയർ ഡൈ, ബ്ലീച്ച് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലുമോ ചെയ്തു നോക്കുന്നു. എന്നിട്ട് മുടി അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ പ്രത്യേക ഉൽപ്പന്നം തലയിൽ മുഴുവനായി പ്രയോഗിക്കുക. ഇനി നമുക്ക് സ്ട്രാൻഡ് ടെസ്റ്റ് പ്രക്രിയ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അവസാന ഫലം പ്രവചിക്കുക. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്താൽ തിരഞ്ഞെടുത്ത കളർ അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം ക്ലയന്റിന്റെ മുടി എപ്രകാരം കാണപ്പെടും എന്ന് ഹെയർ സ്റ്റൈലിസ്റ്റിന് മനസ്സിലാക്കിയ ശേഷം തലയിൽ മുഴുവനായി പ്രയോഗിക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രതീക്ഷിക്കാത്ത കളർ വരാതിരിക്കാനും ആവശ്യമെങ്കിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനും സഹായകമാകും. അനാവശ്യമായ പരിണതഫലങ്ങൾ ഒഴിവാക്കുക. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ മുടിയിൽ പ്രയോഗിക്കുന്ന ഉൽപ്പന്നം ഏതെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കുമോ, ഉദ്ദേശിച്ച രീതിയിലുള്ള കളർ ലഭിക്കാതിരിക്കുമോ എന്നിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹെയർ പ്രൊഫഷണലുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തി ക്ലയന്റിന്റെ ചർമ്മത്തിന് ഹെയർ ഡൈയോടോ കെമിക്കൽ ട്രീറ്റ്മെന്റിനോടോ അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ക്ലയന്റിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചർമ്മത്തിനോ തലയോടിനോ ഹാനികരമായ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് തടയുകയും ചെയ്യുന്നു. പ്രോസസ്സിംഗിന് വേണ്ട സമയം കണക്കാക്കുക. സ്ട്രാൻഡ് ടെസ്റ്റ് നടപടിക്രമത്തിന് എടുക്കുന്ന സമയം അഥവാ പ്രോസസ്സിംഗ് ടൈം കൂടിപ്പോകാതെയും മുടിക്ക് കോട്ടം തട്ടാതെയുള്ള സമയപരിധി നിശ്ചയിക്കുന്നതിനും സഹായകമാകും. മുടിക്ക് സംഭവിച്ചേക്കാവുന്ന കേടുപാടുകൾ ഏറ്റവും കുറയ്ക്കുക. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കളറിങ്ങിനും ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്ന കെമിക്കലുകളോട് മുടി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഹെയർ ഡ്രസ്സർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കനം കുറഞ്ഞതോ കേടുപാടുള്ളതോ എന്നിങ്ങനെ മുടിയുടെ സ്ഥിതി അനുസരിച്ച് കെമിക്കലിന്റെ വീര്യം കുറച്ച് തയ്യാറാക്കാൻ സാധിക്കും. കളറുകൾ പരീക്ഷിക്കുക. പുതിയ കളറുകൾ പരീക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പരിണതഫലം എന്താവും എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്ന ക്ലയന്റുകൾക്ക് സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ പല കളറുകളും ടോണുകളും പരീക്ഷിക്കാനുള്ള സുരക്ഷിതമായ സാഹചര്യം ഒരുങ്ങുന്നു. ആത്മവിശ്വാസം ഉണ്ടാകുന്നു. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടുമെന്ന് കാണുന്നത് കളർ തിരഞ്ഞെടുക്കുന്നതിലും അത് പ്രയോഗിക്കുന്ന രീതികളിലും ഹെയർ പ്രൊഫഷണലുകൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുകയും അതിലൂടെ വിജയകരമായ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സമയവും പണവും ലാഭിക്കാം. തലയിൽ മുഴുവനായി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മുടിയിൽ സംഭവിക്കാവുന്ന കേടുപാടുകൾ തീർക്കാനും കളർ ശരിയായില്ലെങ്കിൽ വീണ്ടും മാറ്റി ചെയ്യാനും വേണ്ടിവരുന്ന സമയവും പണച്ചിലവും സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ലാഭിക്കാം. സ്ട്രാൻഡ് ടെസ്റ്റുകൾ പൊതുവെ സുരക്ഷിതവും ഗുണകരവുമാണെങ്കിലും അവ ഒട്ടും ശുപാർശ ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഇനി പറയുന്നു. മുൻപ് അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്കാൽപ്പിൽ അസ്വസ്ഥതയും സെൻസിറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ, അടുത്ത കാലത്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, മുടി മോശം അവസ്ഥയിലാണെങ്കിൽ, മുടിയിൽ ഹെന്നയോ മെറ്റാലിക് ഡൈയോ ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടികളിൽ, ഗർഭിണിയാണെങ്കിൽ, കൂടാതെ മറ്റേതെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ. സ്ട്രാൻഡ് ടെസ്റ്റ് പ്രക്രിയയുടെ അസൗകര്യങ്ങൾ. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റുകൾ കൊണ്ട് പല ഗുണങ്ങളുണ്ടെങ്കിലും അതുകൊണ്ട് ചില അസൗകര്യങ്ങളുമുണ്ട്. അവയിൽ ചിലത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ സമയമെടുക്കുന്നു. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹെയർ കളർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രക്രിയയുടെ സമയദൈർഘ്യം കൂട്ടുന്നു. അധിക സമയം സലൂണിൽ ചിലവാക്കാൻ പറ്റാത്ത തിരക്കുള്ള ക്ലയന്റുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അധിക ചിലവ്. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് ചില സലൂണുകളിൽ കൂടുതൽ പണം ഈടാക്കുന്നത് ക്ലയന്റുകൾക്ക് അധിക ചിലവായേക്കാം. പരിമിതമായ ധാരണ. ഒരു ചെറിയ ഭാഗം മുടിയിൽ സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിനാൽ അത് മുടിയിൽ മുഴുവനായി ചെയ്യുമ്പോൾ ആ കളറിനോട് മുടി എങ്ങനെ പ്രതികരിക്കും എന്ന സൂചന ലഭിച്ചു എന്ന് വരില്ല. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ മുടിയിൽ പലയിടങ്ങളിൽ കളറിൽ വ്യത്യാസം ഉണ്ടായേക്കാം. കളറിനെക്കുറിച്ച് അപൂർണമായ സൂചന. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ
അവസാനം കിട്ടുന്ന കളർ ചിലപ്പോൾ തലയിൽ മുഴുവൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കളറിനോട് സാമ്യമുള്ളതാവണം എന്നില്ല, പ്രത്യേകിച്ച് മുൻപ് കളർ ചെയ്തതോ ട്രീറ്റ് ചെയ്തതോ ആയ മുടിയിൽ പ്രയോഗിക്കുമ്പോൾ. ഫലങ്ങളിൽ കൃത്യത കുറയാനുള്ള സാധ്യത. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ലാതെയോ കൃത്യതയില്ലാതെയോ ആണ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ഫലം ചിലപ്പോൾ കൃത്യമായെന്ന് വരില്ല. അതിനാൽ പ്രക്രിയ പൂർണ്ണമായി ചെയ്യുമ്പോൾ അവസാനം അപ്രതീക്ഷിതമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക. അലർജി. അലർജി ഉണ്ടാകുമോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും സ്ട്രാൻഡ് ടെസ്റ്റിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടിയാൽ പോലും തലയിൽ മുഴുവനായി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലയന്റിന് അലർജി ഉണ്ടായേക്കാം. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റിന് വേണ്ട ഉപകരണങ്ങളും സാമഗ്രികളും എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇനി പറയുന്ന ഉപകരണങ്ങളും സാമഗ്രികളും ആവശ്യമാണ്: ടൈമർ, മിക്സിംഗ് ബൗൾ, സ്പ്രേ ബോട്ടിൽ, സ്പാറ്റുല, സെറ്റിംഗ് ക്ലിപ്പ്, ടെയിൽ കോംബ്, ആപ്ലിക്കേറ്റർ ബ്രഷ്, സലൂൺ ഗൗൺ, ഷാംപൂ, ടവൽ, കണ്ടീഷണർ, ഗ്ലൗസ്, കോട്ടൺ, ക്രീം, റിലാക്സർ, ഹെയർ ഫോയിൽ സ്ട്രിപ്പ്. പ്രക്രിയ തുടങ്ങുന്നതിന് മുൻപ് കൈ നന്നായി കഴുകി ഗ്ലൗസ് ഇടുക. ആദ്യം ക്ലയന്റിനെ സൗകര്യപ്രദമായി കസേരയിൽ ഇരുത്തുക. പ്രക്രിയ തുടങ്ങുന്നതിന് മുൻപ് ക്ലയന്റുമായി അവരുടെ മുടിയെക്കുറിച്ചും അവർ മുൻപ് ചെയ്തിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ, അലർജിയുണ്ടോ, പ്രക്രിയയിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന ഫലം എന്ത് എന്നിവയെക്കുറിച്ചുമെല്ലാം ചോദിച്ചു മനസ്സിലാക്കുക. ക്ലയന്റിന്റെ പേര്, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, മുടിയുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ, അലർജിയുണ്ടെങ്കിൽ അത്, സ്ട്രാൻഡ് ടെസ്റ്റിന് ഉപയോഗിച്ച ഉൽപ്പന്നത്തിന്റെ പേര് തുടങ്ങിയ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. ഈ വിവരങ്ങൾ ഭാവിയിൽ പ്രയോജനപ്പെടും. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകതയും നടപടിക്രമങ്ങളും ക്ലയന്റിനെ ബോധ്യപ്പെടുത്തുക. ഉൽപ്പന്നത്തിനോട് അവരുടെ മുടി പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ഇതെന്ന് വിശദമാക്കുക. മാത്രമല്ല, തലയിൽ മുഴുവനായി പ്രയോഗിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ബോധ്യമായതിനു ശേഷമാണ് ക്ലയന്റ് സമ്മതപത്രത്തിൽ ഒപ്പിടുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ക്ലയന്റ് കമ്മലുകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവ അഴിച്ചുവെക്കാൻ പറയുക. ക്ലയന്റിനെ സലൂൺ ഗൗൺ ധരിപ്പിക്കുക. ഗൗൺ വസ്ത്രങ്ങൾ നന്നായി മൂടിയിട്ടുണ്ടെന്നും കഴുത്തിൽ സുഖകരമായി ചേർന്നിരിക്കുന്നു എന്നും ഉറപ്പുവരുത്തുക. കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി ക്ലയന്റിന്റെ കഴുത്തിന് ചുറ്റുമായി ഒരു ടവൽ കൂടി വെക്കുക. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റ് പ്രക്രിയ ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. ഇനി പറയുന്നവയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ. ഘട്ടം 1: ഹെയർ സ്ട്രാൻഡ് തയ്യാറാക്കുക. ഘട്ടം 2: റിലാക്സർ പുരട്ടുക. ഘട്ടം 3: ഹെയർ സ്ട്രാൻഡ് കഴുകുക. ഘട്ടം 4: ഫലം ഒത്തുനോക്കുക. ഇനി ഓരോ ഘട്ടങ്ങളും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം മുടി ചീകി സെറ്റിംഗ് ക്ലിപ്പ് ഉപയോഗിച്ച് പകുക്കുക. തലയുടെ പുറകിൽ 1/2 ഇഞ്ച് ചതുരത്തിലുള്ള മുടി തിരഞ്ഞെടുത്തുകൊണ്ട് തുടങ്ങുക. ഈ ഭാഗമാണ് ഉത്തമം. അധികം വെളിയിൽ കാണാത്ത ഭാഗമായതിനാൽ ഫലം എന്തായാലും പ്രശ്നമുണ്ടാകാതെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സ്ട്രാൻഡുകൾ വൃത്തിയുള്ളതും ഏതെങ്കിലും സ്റ്റൈലിംഗ് ഉൽപ്പന്നമോ മറ്റവശിഷ്ടങ്ങളോ പറ്റിയിരിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം. തുടരുന്നതിന് മുൻപ് മുടി നന്നായി കഴുകി കാറ്റുകൊള്ളിച്ച് നന്നായി ഉണക്കുക. തെരഞ്ഞെടുത്ത മുടിയുടെ ചുവട്ടിൽ ഒരു കഷ്ണം ഫോയിലോ സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റോ വെക്കുക. ഇത് ചുറ്റുമുള്ള മുടിയിഴകളിൽ റിലാക്സർ പറ്റുന്നത് തടയുന്നു. ക്ലയന്റിന്റെ സ്കാൽപ്പിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നേരിയ അളവിൽ ബാരിയർ ക്രീമോ പെട്രോളിയം ജെല്ലിയോ പുരട്ടുക. ഇത് റിലാക്സർ ചർമ്മത്തിൽ പുരണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. റിലാക്സർ പ്രയോഗിക്കുന്നതിന് മുൻപ് നിർമ്മാതാക്കളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിർദ്ദേശിച്ചിരിക്കുന്ന അനുപാതവും കൂട്ടിക്കലർത്തേണ്ട രീതികളും പിന്തുടരുക. തെരഞ്ഞെടുത്ത സ്ട്രാൻഡുകളിൽ സാവധാനം തുല്യമായി റിലാക്സർ പുരട്ടുക. കൃത്യമായി പുരട്ടാൻ ബ്രഷോ ആപ്ലിക്കേറ്ററോ ഉപയോഗിക്കുക. ഒരു നല്ല ശീലം: റിലാക്സർ മുടിയിൽ എല്ലായിടത്തും നന്നായി പുരട്ടുക. ഓരോ സ്ട്രാൻഡിലും ഉൽപ്പന്നം പുരണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബാക്കിയുള്ള മുടിയിൽ റിലാക്സർ പറ്റാതിരിക്കാൻ ശ്രദ്ധാപൂർവം ഫോയിലോ പ്ലാസ്റ്റിക് ഷീറ്റോ സ്ട്രാൻഡിന്റെ മേലേക്ക് മടക്കി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് റിലാക്സർ അബദ്ധത്തിൽ മറ്റിടങ്ങളിൽ പറ്റാതെ തിരഞ്ഞെടുത്ത സ്ട്രാൻഡിൽ മാത്രം ട്രീറ്റ്മെന്റ് നടക്കുവാൻ സഹായിക്കും. ഉൽപ്പന്നത്തിന്റെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള സമയക്രമത്തിനനുസരിച്ച് ടൈമർ സെറ്റ് ചെയ്യുക. നിർദ്ദേശിച്ച സമയം വരേക്കോ ഉദ്ദേശിച്ചത്ര റിലാക്സേഷൻ ലഭിക്കുന്നതുവരേക്കോ സ്ട്രാൻഡിൽ റിലാക്സർ പ്രവർത്തിക്കാൻ അനുവദിക്കുക. മുൻകരുതൽ: നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്തിൽ കൂടുതൽ നേരം ഒരിക്കലും സ്ട്രാൻഡിൽ റിലാക്സർ നിലനിർത്തരുത്. അമിതമായ പ്രോസസ്സിംഗ് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണിത്.
പ്രോസസ്സിംഗ് സമയം കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്ട്രാൻഡ് നന്നായി കഴുകുക. മുടിയിൽ റിലാക്സറിന്റെ അംശം ഒട്ടും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു ടവൽ ഉപയോഗിച്ച് വളരെ മൃദുവായി ഒപ്പി സ്ട്രാൻഡിൽ അധികമുള്ള വെള്ളവും റിലാക്സറും നീക്കം ചെയ്യുക. ട്രീറ്റ് ചെയ്ത സ്ട്രാൻഡിൽ മാത്രം കുറച്ച് ഷാംപൂ നന്നായി പുരട്ടി മുടി വൃത്തിയായി എന്ന് ഉറപ്പാക്കുക. ആവശ്യമെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് വീണ്ടും കഴുകി സ്ട്രാൻഡ് നല്ലപോലെ വൃത്തിയാകുന്നതുവരെ ഈ പ്രക്രിയ ആവർത്തിക്കാവുന്നതാണ്. ഫലമറിയാൻ ട്രീറ്റ് ചെയ്ത സ്ട്രാൻഡും ചെയ്യാത്ത മുടിയും താരതമ്യം ചെയ്തു നോക്കുക. ഇതിലൂടെ ഉദ്ദേശിച്ച അളവിൽ റിലാക്സേഷൻ കിട്ടിയോ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. മുടിയുടെ സ്ഥിതി വിശകലനം ചെയ്യുക. ഘടനയിലോ ബലത്തിലോ മൊത്തത്തിലുള്ള ആരോഗ്യത്തിലോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നും എന്തെങ്കിലും കേടുപറ്റുകയോ പൊട്ടുകയോ ഉദ്ദേശിക്കാത്ത കളർ വരികയോ ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിലോ ക്ലയന്റ് ഫയലിലോ ടെസ്റ്റിന്റെ ഫലം രേഖപ്പെടുത്തുക. ഇങ്ങനെ ചെയ്താൽ ഭാവിയിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോഴും കുറച്ചു കാലത്തിന് ശേഷം ക്ലയന്റിന്റെ മുടിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാനും ഇത് സഹായകമാകും. തലയിൽ മുഴുവനായി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്ത സ്ട്രാൻഡ് അബദ്ധത്തിൽ വീണ്ടും പ്രോസസ്സ് ചെയ്യാതിരിക്കാൻ അതിൽ ധാരാളം പ്രൊട്ടക്റ്റീവ് ക്രീം പുരട്ടുക. ഇത് ടെസ്റ്റ് ചെയ്ത സ്ട്രാൻഡുകളെ സംരക്ഷിക്കും. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റിന്റെ ഫലം ക്ലയന്റുമായി പങ്കുവച്ച് ക്ലയന്റിന്റെ മുടിയുടെ സവിശേഷത അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾ അനുയോജ്യമായ രീതിയിൽ റിലാക്സർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വിശദമാക്കുക. ഇതോടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ച പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രാൻഡ് ടെസ്റ്റ് നടപടിക്രമത്തിന്റെ ഗുണദോഷങ്ങളുടെ പട്ടികയുണ്ടാക്കുക. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും തിരിച്ചറിയുക. ഹെയർ സ്ട്രാൻഡ് ടെസ്റ്റിനായി ക്ലയന്റിനെ തയ്യാറാക്കുക. സ്ട്രാൻഡ് ടെസ്റ്റ് പ്രൊസീജിയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.